മൂന്നാമതായിട്ട് കംപ്രസീവ് മൈലോപ്പതി. മൈലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിനുണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് അല്ലെങ്കിൽ കംപ്രഷനാണ് പലപ്പോഴും നമ്മൾ മൈലോപ്പതി എന്ന് പറയുന്നത്. ഇപ്പം ഇത് നട്ടലിൻ്റെ ഒരു ഡിസ്ക് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഡിസ്ക് നമ്മുടെ പുറകിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ പുറകിലേക്ക് പ്രൊലാപ്സ് ചെയ്ത് പോയിട്ട് സ്പൈനൽ കോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻസ് അഫക്റ്റഡ് ആവുകയും അതിന് ഡാമേജ് വരികയും ചെയ്യുന്നത് മൂലം സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പലപ്പോഴും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ മൈലോപ്പതി കണ്ടീഷൻസ് നമ്മൾ MRIയിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇവാലുവേഷനിലോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു സ്പൈനൽ സർജനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. സർജിക്കൽ ഡീകംപ്രഷൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് ആ കണ്ടീഷനിലെ നമുക്ക് പിന്നീടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസോ പാരാലിസിസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും അവോയ്ഡ് ചെയ്യാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറയ്ക്കാനും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഇമ്പാക്റ്റ് ഓൺ ഡെയിലി ലൈഫ്. അതായത് നമ്മുടെ ഈ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം എപ്പോഴും അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി അഫക്റ്റ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുക, നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ കോൺസ്റ്റൻ്റായിട്ട് ഈ പെയിൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. മറ്റ് ട്രീറ്റ്മെൻറ്റുകളിലേക്കാതെ അങ്ങനെയുള്ള പെയിൻ നമ്മോട് കൂടെ തന്നെ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു സ്പൈൻ സർജറിയിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ഒരു ഓർത്തോപീഡിക് സ്പൈൻ സർജനോ അതല്ലെങ്കിൽ ഒരു ന്യൂറോ സർജനുമാണ്. നിയർലി 80 to 90% ഓഫ് കേസസും ബാക്ക് പെയിൻ കേസസ് അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് കണ്ടീഷൻസിലുണ്ടാകുന്ന പ്രോബ്ലംസ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും മെഡിക്കേഷൻസിലൂടെയും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്ത് അവർക്ക് നല്ലൊരു ജീവിതം നന്നായിട്ട് തന്നെ നയിക്കുവാൻ കഴിയും. പക്ഷേ ഒരു 10 to 15% ഓഫ് ആൾക്കാർക്ക് മാത്രമാണ് പലപ്പോഴും സർജിക്കലി പോകേണ്ടി വരുന്നത്. അതിലും ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങളുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് സർജിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരിക. Thank you.